സമയം ഏകദേശം ഉച്ച 1-1:30 നല്ല വിശപ്പിന്റെ വിളിയെത്തി. ഏതായാലും ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഏതായാലും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ നമ്മൾ ഇന്ന് പോകുന്നത് റഹ്മാനി ഹോട്ടലിലെ. റഹ്മാനി ഹോട്ടൽ എന്ന് വെച്ചാൽ നമ്മളെ എറണാകുളത്ത് പെൻഡാമേനക ഉള്ള മറൈൻ ഡ്രൈവിന്റെ അടുത്തുള്ള അവിടത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിരിയാണിയാണ് കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ പോക്ക് അങ്ങോട്ടേക്കാണ്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ റഹ്മാനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം ക്യൂ നിന്ന് തന്നെയപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നത്. അങ്ങനെ ഫസ്റ്റ് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം ശേഷം ബിരിയാണിന്റെ സലാഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി എത്തി കേട്ടോ. വലിയൊരു ചെമ്പിൻ്റെ തന്നെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ബിരിയാണി. ഇവിടുത്തെ ബിരിയാണിക്ക് 210 രൂപയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുടുക്കയിലാണ് ബിരിയാണി വന്നത്. കഴിക്കാൻ ആവശ്യത്തിലധികം ഉണ്ട്. ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സാധാരണ ഇങ്ങോട്ടുള്ള ബിരിയാണിയിൽ മുട്ടയുണ്ടാവും. ഇവിടെ മുട്ടയില്ല കേട്ടോ. രണ്ട് ചിക്കൻ്റെ പീസാണ്. ഇവിടുത്തെ ചിക്കൻ്റെ പീസ് വെച്ചാൽ അതാണ് ഇവിടുത്തെ പ്രത്യേകത. അധികം മസാലയൊന്നും ഇല്ലാതെ ചിക്കൻ്റെ പീസുകളാണ് ഇവിടുത്തേത്. ബിരിയാണിക്കും അധികം മസാലയില്ല. പിന്നെ ഈ ചിക്കനില്ലേ നല്ലോണം ഈ എല്ലും നല്ല വൃത്തിക്ക് ഇളകി വരുന്നുണ്ട്. അതൊന്ന് നല്ല ചിക്കൻ്റെ പീസെല്ലാം തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്. കണ്ട എല്ല് നല്ലോണം കണ്ട ഇളകി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഇവരൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം ഒന്ന് റോസ്റ്റ് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഈത്തപ്പഴ അച്ചാറും പിന്നെ സലാഡും പിന്നെ ഉള്ളത് വെച്ച് നാരങ്ങ അച്ചാറുമാണ്. ബിരിയാണിയിൽ അധികം മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കഴിച്ചാലും അധികം മടുപ്പ് വരില്ല. അതുപോലെ തന്നെ എരിവൊക്കെ കുറവാണ്. പിന്നെ അതിൻ്റെ അത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഓയിൽ കണ്ടന്റ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. ബാക്കിയെല്ലാം അങ്ങനെ കൊള്ളാം കേട്ടോ.